ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കായിട്ടുള്ള നൈറ്റ് ഡ്രസ്സിൻ്റെ കുപ്പായത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് വീഡിയോ കാണിച്ചു തരുന്നത്. ഇതൊരു 10 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടിയുടെ അളവാണ്. പിന്നെ അതേപോലെ ഇതിന് ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിലേക്കുള്ള ഒരു പലാസ പാൻറ്റ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റായിട്ടും ഉപയോഗിക്കാനും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ആദ്യം തന്നെ ഇതിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ കട്ടിങ്ങിന് നമ്മൾ ലെങ്ത്തും അളവെടുത്ത തുണിയുടെ ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് ഒരു വലിയ ഒരു 3 മീറ്ററോളം വരുന്ന പാൻറ്റിനും ടോപ്പിനായിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റാണോ നോക്കിയിട്ട് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് കറക്റ്റാണോ നോക്കിയിട്ട് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഒരു പീസ് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഇതേപോലെ തുണി രണ്ടായിട്ടൊന്ന് വിഡ്ത്ത് വൈസിലൊന്ന് മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇതേപോലെ ലെങ്ത്ത് വൈസിലും മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ലെവലിലേക്ക് തന്നെ വെക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ മറു സൈഡിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ സൈഡിലാണ് നമ്മൾ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇനി കുപ്പായത്തിൻ്റെ ടോട്ടൽ അളവ് എത്രയെന്ന് വെച്ചാൽ അത് മെഷർമെൻറ്റ് ചെയ്യുക. അളവൊക്കെ ഓരോരുത്തരെ അളവിനനുസരിച്ചാണ് മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും. നമ്മളെ ബോഡിയുടെ അളവിൽ നിന്നും 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അത് തയ്യൽ തുമ്പ് കൂട്ടി സ്റ്റിച്ച് ചെയ്യാനാണ്. 1/2 ഇഞ്ച് മേലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും. പിന്നെ അതേപോലെ താഴേക്ക് 1 ഇഞ്ച് കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകുന്നതായിരിക്കും. അപ്പം ഇനി ലെങ്ത്തൊക്കെ കറക്റ്റായാൽ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം 12 ഇഞ്ചാണ് ഹാഫായിട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ഇത് 4ആക്കി മടക്കിയിട്ടെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആം ഹോളിൻ്റെ അളവും ഇതേ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരേ അളവ് തന്നെയാണ് എല്ലാവർക്കും കിട്ടുക. ഇനി ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തണം. അപ്പോൾ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് 8 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിനോട് 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിട്ട് അത് അടയാളപ്പെടുത്താം. ഇനി ഇവിടെ ഇത് ഷേപ്പ് ലെങ്ത്താണ്. ഷേപ്പ് ലെങ്ത്ത് ഏകദേശം ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മൾ ഷേപ്പിൻ്റെ വിഡ്ത്ത് കൂടെ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ അതിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ച് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ 8 ഇഞ്ചായിരുന്നു നേരത്തെ ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഇതൊരു 7 ഇഞ്ചിലൊക്കെ അടയാളപ്പെടുത്തിയാൽ മതി. എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലൂടെ മാത്രമുള്ളൂ കട്ട് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്ന അവിടെ 9 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് എടുക്കുക. അപ്പോൾ അവിടെ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി. ഇനി ചെസ്റ്റിൻ്റെ അളവിൽ നിന്നും സ്ലിറ്റിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എക്സ്ട്രാ എടുത്ത തയ്യൽ തുമ്പടക്കം. ഇനി നെക്കിൻ്റെ വീതി ഇവിടെ 3.25 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ചാണ്. 3.25 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തണം. ഇത് നമ്മൾ അടിച്ച് വരുമ്പോൾ 3.5 ഇഞ്ചിലാണ് കിട്ടുക. ഇതേപോലെ നെക്കിൻ്റെ നീളം വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ വീതി നിന്നും ഈ ലെങ്ത്തിലേക്ക് നമുക്ക് ചെറുതായിട്ടൊരു ബോക്സ് പോലെ ഈ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഇനി ഇതിൽ തന്നെ ബാക്ക് നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് ഈ ടൈമിലൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് അത് റൗണ്ട് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷേപ്പിലൊന്ന് അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഫ്രണ്ട് നെക്ക് ഇതേപോലെ ഈ ഷേപ്പിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഫ്രണ്ട് നെക്കിന് റൗണ്ടിൽ കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഈ ബോക്സിൻ്റെ ആ ടൈപ്പിൽ തന്നെ കട്ട് ചെയ്താൽ മതി. നമുക്ക് ആദ്യം ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടും ബാക്കും കൂടെ നമ്മൾ ഒരുമിച്ച് പിടിച്ച് ഇതേപോലെ ബാക്ക് നെക്ക് ഫസ്റ്റ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടെടുക്കുക.
എന്നിട്ട് അതിന് ശേഷം ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണമെങ്കിൽ വേറെ ട്രിക്കിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ആമോളിൻ്റെയും സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ, അപ്പോൾ ഇതേപോലെ നല്ല ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇത് 2 പീസാക്കിയിട്ട് ഫ്രണ്ട് പോർഷന് പിന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്താൽ ഫ്രണ്ടും ബാക്കിനും പാടെ ലെങ്ത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും, ബാക്ക് നെക്ക് കുറച്ച് കൂടിയിട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. ഇനി കൈക്കുയിൻ്റെ അവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കോർണറിൻ്റെ അവിടെ നിന്നിട്ട് ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ½ ഇഞ്ച് 3 അടയാളപ്പെടുത്തി ഇതേപോലെ നേരത്തെ 1 ഇഞ്ച് എടുത്ത ആ മാർക്കിലൂടെ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കുക. ഇത് ഫുൾ ലെങ്ത്ത് എടുക്കുന്ന ടൈമിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നതാണ്, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി ഈ അടയാളപ്പെടുത്തിയ ഈ ഭാഗത്തുനിന്ന് കൂടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ട് വേറെ വേറെ ആയിട്ട് വെക്കണം. എന്നാലുള്ളൂ നമ്മൾ ഫ്രണ്ട് നെക്കിന് നേരത്തെ കട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വേറെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തത് അവിടെ മാറ്റി വെക്കുക. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ആ മാർക്കിങ്ങിലൂടെ ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. ബാക്ക് നെക്കൊക്കെ നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ നെക്ക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നെക്കിന് ഉള്ള അളവിനെക്കാട്ടിൽ ഒരു 4 ഇഞ്ചോളം കുറച്ചിട്ട് വേണം അടയാളപ്പെടുത്താൻ. എന്നാലുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴുത്തൊക്കെ അടിച്ച് മറിച്ച് വരുമ്പോൾ ഒരു 4 ഇഞ്ച് പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് പാർട്ടുമേൽ അതേപോലെ ബാക്ക് പാർട്ടുമേലൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇത് 2 ആക്കി മടക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടെ മടക്കി വെക്കുക. എന്നിട്ട് ഇതിന്മേൽ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയ്യിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണത്. ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ ഈ ഭാഗത്താണ് കൈവണ്ണം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഭാഗത്തിൽ ക്ലിയറിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇവിടെ എനിക്ക് കൈയിൻ്റെ നീളം വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടി 6.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് പോവും. 1 ഇഞ്ച് താഴെ അടി മടക്കി അടിക്കാനും ഉപയോഗിക്കും. ഇനി തുണിയുടെ ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഈ അളവിലെടുത്ത ശേഷം ഇതിൽ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ലെങ്ത്ത് നമ്മൾ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ബിഗിനേഴ്സിനും കൂടെ വേണ്ടിയിട്ടാണിത്. ഇതേപോലെ നമ്മളെ കയ്യിലുള്ള ഒരു ചുരിദാറിൻ്റെ അതേപോലെ ഒരു പയത്തിൻ്റെ ഒക്കെ അളവ് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 6 ഇഞ്ചാണ് കൈയിൻ്റെ വണ്ണം. അപ്പോൾ 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. പിന്നെ അതേപോലെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷം അതേപോലെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് അടയാളപ്പെടുത്തുക. ഇനി മെഷർമെൻറ്റ് വൈസിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ലെങ്ത്ത് 6.5, അതേപോലെ കൈവണ്ണം 6, പിന്നെ അതേപോലെ ഇവിടെ ഒരു 7 ഇഞ്ച് കൊടുക്കുക. കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ തയ്യത്തുമ്പ് എടുത്ത ഈ 2 ഇഞ്ച് ആ ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തയ്യത്തുമ്പ് കൂട്ടി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കൈയിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തും അതേപോലെ മാർക്ക് ചെയ്ത് വെച്ച ഈ ഭാഗത്തും ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്കൊക്കെ മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി.
സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെഷർമെൻ്റ് ഒന്നും നോക്കണ്ട. നമ്മളെ ഷോൾഡറിനെക്കാട്ടിലും കുറച്ചൊരു 2-3 ഇഞ്ച് കുറവിൽ, എന്നാൽ കഴുത്തിന് ഒരു 2-3 ഇഞ്ച് താഴെയൊക്കെ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും മെഷർമെൻറ്റ്. ബാക്ക് നെക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത് ഇതേപോലെ പൈപ്പിങ്ങിൻ്റെ ടൈപ്പിലാണ്. അപ്പോൾ ഇത് ഒരു 12 ഇഞ്ചൊക്കെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഒരു പീസുമ്മേ ഇതേപോലെ ക്രോസ് ആയിട്ട് ഒരു 2 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. മാക്സിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഈ സൈസിലാണ് നമ്മൾ പൈപ്പിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ടൈപ്പിലാണ് ബാക്ക് നെക്ക് പൈപ്പിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പിന്നെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസ് എടുത്തതാണ്. അപ്പോൾ ഈ ഡിസൈനിങ്ങിലാണ് ഫ്രണ്ട് നെക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് അടിച്ച് മറിച്ചതിന് ശേഷം ഉള്ളൂ, ഒരു പീസ് വെച്ച് അടിച്ച് മറിച്ചതിന് ശേഷം ഉള്ളൂ നമ്മൾ ഈ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണുള്ളൂ. അപ്പോൾ ഇവിടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പീസ് ഇതിൻ്റെ 2 സൈഡും അതേപോലെ അടിഭാഗത്തെ ഈ ഭാഗവും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. നമ്മൾ ഇത് പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ പീസിൻ്റെ 2 ഭാഗവും അറ്റാച്ച് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ പീസിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് തെന്നിപ്പോവില്ല, കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പിൻ ചെയ്തത് പിന്നുമ്മയൊക്കെ തട്ടാതെ, സ്റ്റിച്ച് തട്ടാതെയൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് വശം നമ്മൾ അടിച്ച ആ സ്റ്റിച്ചുമ്മേ തട്ടാതെ ഈ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോർണറൊക്കെ ഇതേപോലെ കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്താൽ മതി. സ്റ്റിച്ചുമ്മേ തട്ടാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇട്ട സ്റ്റിച്ചുമ്മേ ഒരിക്കലും തട്ടരുത്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൃത്തിക്ക് കിട്ടില്ല. ഇനി ഇതേപോലെ വെട്ടിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ക്ലോത്ത് ഇതേപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ ഈ ക്ലോത്തിൻ്റെ പീസിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മൾ നെക്കിൻ്റെ ആ സൈഡ് ഭാഗത്തേക്ക് ആവരുത്. എന്നിട്ട് ഒന്നും കൂടെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഒരു 1/4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നെക്ക് നന്നായിട്ട് ഇവിടെ പതിച്ചടിക്കുകയാണ് ചെയ്യണത്. നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ആ പീസിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്തത്. എന്നതിന് ശേഷം മാത്രമാണ് ഒന്ന് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ആ പീസ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ചത്. ഞാനിവിടെ രണ്ട് ലൈനായിട്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയത്തെ പീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ മുകളിൽ ലേസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടെയാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. ഇനി നെക്ക് പതിച്ചടിച്ച ശേഷം ഇതേപോലെ ഒന്ന് ലേസ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഈ സൈഡ് വശമൊക്കെ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തുണീൻ്റെ ഒപ്പം നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്തതിന് ശേഷം മാത്രമുള്ള അടിച്ചെടുക്കാൻ പറ്റുക. എന്നാലുള്ള നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ലേസ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്ലാക്ക് ആയിട്ട് നല്ല മാച്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് അനുസരിച്ച് ഇതേപോലെ ലേസും എടുക്കാൻ ശ്രദ്ധിക്കുക ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. ഈ കോർണർ ഭാഗത്തും ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പൊക്കെ ഈ സമയത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് വേണം ഇതിൽ എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെ ഭാഗത്ത് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാലുള്ളൂ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുള്ളൂ ലേസ്. പിന്നെ അതേമാതിരി ഈ കോർണർ ഭാഗവും കൂടെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഇതേപോലെ ലേസ് വെച്ചൊന്നും സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലായതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തത്.
റൗണ്ട് ഷേപ്പിലായെങ്കിലാണ് ജസ്റ്റ് പൈപ്പിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ചെയ്യാൻ പറ്റുക. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്രോസിലൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിരുന്നു. അപ്പോൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ക്രോസ് പീസിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ചേർത്ത് നല്ല നീറ്റിൽ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ക്രോസ് പീസ് ആയതുകൊണ്ടാണ് നല്ല എലാസ്റ്റിക് പോലെ ഈ നെക്കിൻ്റെ വശത്ത് കൂടെ നല്ല റൗണ്ടിൽ കിട്ടുന്നത്. എക്സ്ട്രാ തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ വെട്ടിക്കൊടുക്കുക. ഇനി ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളെ ബാക്ക് വശത്തും ഫ്രണ്ട് വശവും നല്ല വശവും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ സ്റ്റിച്ചുമേ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലുള്ളൂ ഇത് മറിച്ചിടുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തുണിയുടെ നല്ല വശവും ബാക്ക് സൈഡിലെയും ഫ്രണ്ടിലെയും നല്ല വശവും ചേർത്ത് ഇതേപോലെ ഈ പീസ് ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കി പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ ഇത് തിരിച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഭാഗം നന്നായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഈ ടൈപ്പിലാകുമ്പോൾ ഷോൾഡർ പൊട്ടിപ്പോരില്ല, തുന്നി വിട്ട് പോരില്ല. അത് കഴിഞ്ഞ ശേഷം ഇനി ഇതിൻ്റെ ഷോൾഡർ ഭാഗവും ഇതേപോലെ ഈ ടൈപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ച് ഈ ക്രോസ് പീസ് ഒന്ന് ഈ സൈഡിലേക്ക് തന്നെ തിരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇനി തിരിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഷോൾഡർ ഭാഗം നന്നായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊട്ടിപ്പോരാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ ക്രോസ് പീസിൻ്റെ ഫുൾ ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വെച്ചുകൊണ്ട് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നുകൊണ്ട് ഇതേപോലെ സൂചി ഒന്ന് ഈ നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ ആ ഭാഗത്ത് സൂചി കുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഈ ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് പതിച്ച് വെച്ച് ഈ ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇതേപോലെയാണ് നമ്മൾ മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് വശം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഈ ലൈനിങ് ഒന്നും ഇല്ലാതെ ചുരിദാറിനൊക്കെ ഇതേപോലെ ബാക്ക് സൈഡ് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് അടിച്ചിട്ട് മറ്റ് ഷോൾഡർ ഭാഗത്തെ സൈഡിലേക്ക് അടിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഷോൾഡർ ഭാഗം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നിൽക്കാനും അതേപോലെ ഇത് തുന്നൊന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. ഇനി സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിരുന്നു. ആ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഭാഗം ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു നിർബന്ധമല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുത്താലും മതി. സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ഈ സ്ലീവിൻ്റെ അടിഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നു. ആ ഭാഗത്ത് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷമുള്ള നമുക്ക് ഈ കൈയിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ കൈയിൻ്റെ നല്ല വശവും അതേപോലെ നമ്മളെ ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. ഈ കേർവ് ഷേപ്പിൽ സാവധാനമുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ അളവൊന്ന് ഞാനൊന്ന് നോക്കിയിരുന്നു. അളവ് കറക്റ്റ്, കൈയുടെ ലെങ്ത്തിൻ്റെ അളവ് കറക്റ്റാണ് കിട്ടിയത്. 5 ഇഞ്ചാണ് കിട്ടിയത്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഈ നമുക്ക് എടുത്ത ഈ അളവിൻ്റെ കൈയിൻ്റെ അടിഭാഗത്തെ കൈക്കുഴിയുടെ അവിടെ നിന്നും 1/4 ഇഞ്ചോളം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് കുഴിച്ച് കട്ടിങ്ങാണ്, എന്നാലും നമ്മൾ ഫ്രണ്ട് ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 ഇഞ്ചോളം കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗം വരെ ഒന്ന് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി സ്ലീവിൻ്റെ ഈ മറ്റേ പോർഷന് അടിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ടോപ്പ് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഈ ഭാഗം കൂടെ ഇതേപോലെ ഈ കർവ് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, എന്നാലും കൈയിൻ്റെ ഭാഗമൊക്കെ വിട്ടു പോരാതിരിക്കുള്ളൂ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് കറക്റ്റ് പൊസിഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ സ്റ്റിച്ചിങ് തെറ്റിപ്പോയാൽ നമ്മൾ കൈയിൻ്റെ ആ ഭാഗത്ത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി മറ്റേ കൈയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതേ അളവിൽ തന്നെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് അടിച്ചിട്ടെടുക്കുക. കൈയിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇസ്റ്റ് ഭാഗമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ആമോളിൻ്റെ അവിടെയും അതേപോലെ ഈ കൈയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. മെഷർമെൻറ്റൊക്കെ കണക്കാക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും, തെന്നിയും പോവില്ല. അതിന് മുമ്പായിട്ട് കുപ്പായത്തിൻ്റെ അടിഭാഗം ഒന്ന് 1 ഇഞ്ച് വീതിക്കൊന്ന് 2 സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൈയിൻ്റെ വീതിയുടെ മെഷർമെൻറ്റും അതേപോലെ ആം ഹോളിൻ്റെ കർവ് ഷേപ്പായി വരുന്ന ആ ഭാഗത്തുള്ള ആ മെഷർമെൻറ്റും പിന്നെ ചെസ്റ്റിൻ്റെ അളവും അതേപോലെ സ്ലിറ്റിൻ്റെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് അളവ് കറക്റ്റാണൊക്കെ നോക്കിയിട്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു 2 ഇഞ്ച് വിട്ട് നമ്മൾ ഈ അടിഭാഗത്തു നിന്ന് 2 ഇഞ്ച് എത്താനാകുമ്പോൾ സൂചി കുത്തി കൊടുത്ത് നിർത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മേലോട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഇത് നൈറ്റ് ഡ്രസ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യുന്ന പോലെ. ഇതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് നമ്മൾ നേരത്തെ എടുത്തിരുന്നു. അപ്പോൾ ആ 1 ഇഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതേപോലെ ഈ സ്ലിറ്റിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. കൂടുതലായിട്ട് ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയതുകൊണ്ട് വേറൊരു സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണത് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലുള്ളൂ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.